എൻ്റെ പേര് ശ്വേതാലി മാത്യു. ഞാൻ വരുന്നത് തിരുവല്ല, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ഞാൻ പ്രെപ്ക്യൂവിൽ EA കോഴ്സാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 2025 ഓഫ്ലൈൻ ബാച്ചിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ EA എന്ന് പറഞ്ഞൊരു കോഴ്സിനെ സെലക്ട് ചെയ്യുക ആയിരുന്നില്ല ആദ്യമേ. ഞാൻ ആദ്യമേ എനിക്കൊരു CA കാരി ആവണം എന്നൊരാഗ്രഹത്തിലോട്ടാണ് ഞാൻ വരുന്നത്. അപ്പം പക്ഷേ CA ആകണമെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് ബ്രേക്കൊക്കെ BCom ഒക്കെ പഠിച്ച് വന്നതായതുകൊണ്ട് കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നല്ല കട്ടിയുള്ള കോഴ്സാണെന്നൊക്കെ എനിക്കറിയാം. ആ സമയത്തിനുള്ളിൽ ഞാനൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരിയിലേക്ക് CA കോഴ്സിന് ചേരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ നടക്കുന്നു. CA കോഴ്സ് ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എക്സാമിൻ്റെ ഇത് വരുന്നത്. അപ്പം 2 പ്രാവശ്യം എഴുതി, എനിക്ക് അതിന് കിട്ടിയില്ല. പക്ഷെ അപ്പോഴും ഞാൻ തളർന്നൊന്നുമില്ല ആ ഒരു ഇതിൽ. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ പിന്നെയും പോയി 3 സർട്ടിഫിക്കേഷൻ കോഴ്സസ് എടുത്തു. അങ്ങനെ അതും എടുത്ത് ഇനിയും കൂടുതൽ സമയം പോകണ്ടായല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വേറെ കോഴ്സുകളുണ്ടോയെന്ന് നോക്കി. അപ്പം ഞാൻ വേറെ കോഴ്സുകൾ ഉണ്ടായിരുന്നപ്പോൾ ഞാനതും ഔട്ട്സൈഡ് കോഴ്സസാണ് നോക്കിയത്. അത് ഇൻ്റർനാഷണൽ കോഴ്സസ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ 2 ഓപ്ഷനാണ് എൻ്റെ മുന്നിൽ വന്നത്. അത് EAയും CPAയും ആയിരുന്നു. പക്ഷേ CPA പഠിക്കാൻ വേണ്ടി കുറച്ച് കാലഘട്ടം ഉണ്ടെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ EA എന്ന കോഴ്സ് ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ ഇത് വെബ്സൈറ്റിൽ തന്നെ ഇങ്ങനെ EA കോഴ്സസ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് തന്നെ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പ്രെപ്ക്യൂ എന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടായിരുന്നു പ്രെപ്ക്യൂവിനെ കുറിച്ചാണ് കേൾക്കുന്നത്. അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നോക്കുന്നു, റിവ്യൂസൊക്കെ നോക്കുമ്പോൾ നല്ല റിവ്യൂസൊക്കെ കാണുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ലിൻസി മാമിനെ വിളിച്ചു. എങ്ങനെയാണ് ക്ലാസ്സസ്, എങ്ങനെയൊക്കെയുണ്ട് എന്നൊക്കെ ഞാൻ ചോദിച്ച് അന്ന് തന്നെ ഞാൻ അഡ്മിഷൻ എടുക്കുകയായിരുന്നു EAക്ക് വേണ്ടി. ഞാൻ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ പ്രെപ്ക്യൂ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ ആദ്യമേ കരുതിയിരുന്നത് ഭയങ്കര പഠിത്തം ഓറിയൻറ്റഡ് മാത്രമാണ് ഇവിടുത്തെ ഒരു ഇതെന്ന്. പക്ഷേ ഞാൻ ഇവിടെ വന്നു ഫ്രണ്ട്സിനെയൊക്കെ ആദ്യമേ വിചാരിച്ചിരുന്നത് ഭയങ്കര പഠിപ്പിസ്റ്റ് ആ ഒരു രീതിയിലാണ്. പക്ഷേ എൻ്റെ ക്ലാസ് തുടങ്ങി ഞാൻ ആദ്യം ഒന്നും അത്രയും കൂട്ടൊന്നും ആയിരുന്നില്ല എല്ലാവരുമായിട്ടും, ആകെ കുറച്ച് പേര് മാത്രം. അങ്ങനെ ബാക്കിയുള്ളവരായിട്ട് ഇങ്ങനെ കൂട്ടുകൂടി എല്ലാം ഒരേ രീതിയിൽ തന്നെ പോകുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. ഇപ്പോൾ പ്രെപ്ക്യൂവിലുള്ള ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ആണെങ്കിൽ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം ആ ഒരു ഫ്രണ്ട്ലി രീതിയിൽ മാത്രമേ അങ്ങനെ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പം കോഴ്സിനെ കുറിച്ചുള്ള സംശയമാണെങ്കിലും അല്ലാത്ത സംശയമാണെങ്കിലും എന്താണെങ്കിലും അവർ ആ ഒരു രീതിയിൽ മാത്രമേ തരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം വിഷ്ണു സാറാണെങ്കിലും നിഖിൽ സാറാണെങ്കിലും എന്ത് കാര്യത്തിന്, ഇപ്പം പഠിത്ത ഓറിയൻറ്റഡ് ആയിക്കോട്ടെ, സോഫ്റ്റ് സ്കിൽസ് ക്ലാസ് ആയിക്കോട്ടെ, ടെക്നിക്കൽ സെഷൻസിൻ്റെ ആയിക്കോട്ടെ, അതെല്ലാം ഞങ്ങൾക്ക് നല്ലപോലെ തന്നെ പഠിച്ച് മുന്നേറാനുള്ള ഇതുണ്ട്. ഞാൻ ഓഫ്ലൈൻ ബാച്ച് ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, എനിക്ക് ഓൺലൈൻ ക്ലാസ്സിനോട് വലിയ താല്പര്യമില്ല. കാരണം ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഒരു സാർ ഇരുന്ന് പഠിപ്പിക്കുന്നു, ഞങ്ങൾ കേൾക്കുന്നു, സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷെ അത് അത്ര ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഈ ഓഫ്ലൈനായിട്ട് വരുവാണെങ്കിൽ സാർമാരെ നേരിട്ട് കണ്ട് സംശയങ്ങൾ ചോദിക്കാം. ഇപ്പം സംശയം വന്നാൽ എനിക്ക് അതേ സമയത്ത് തന്നെ ഇരുന്ന് ചോദിക്കാം. അതുകൂടാതെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ഓഫ്ലൈനായിട്ട് പ്ലാറ്റ്ഫോം എടുക്കുമ്പോഴാണ്. EA വന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് EA പിന്നെ CPA എന്നീ കോഴ്സുകളൊക്കെ എടുക്കാൻ എനിക്ക് താല്പര്യമൊക്കെയുണ്ട്. അങ്ങനെ ഈ കോഴ്സസ് മാത്രം എടുക്കുക മാത്രമല്ല, പക്ഷെ ഭാവിയിലുള്ള ജോലിയിൽ എനിക്കൊരു ചെറിയൊരു ഓൺട്രപ്രണർ ആവണമെന്നും ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ വലിയ ബിസിനസ്സുകളൊന്നും അത്ര വലിയ ബിസിനസ് അല്ല, എന്നാലൊരു ആർട്ടൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് തുടങ്ങാനാണ് എൻ്റെ ആഗ്രഹം.